ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ പ്രസ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനി നമുക്ക് ക്ലാസ് 10ന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. A sum of rupees 700 is to be used for giving 7 cash prize to students of a school for their academic performance. If each prize is rupees 20 less than its preceding price, find the value of each of the prize. Question നോക്കിയാൽ എന്തോ പറഞ്ഞിരിക്കുന്നത്? Sum of 700 rupees is to be used for giving 7 cash prize to students of a school for their academic performance. അതായത് 700 റുപ്പീസ് വെച്ചിട്ട്, അതായത് 7 ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത് അല്ലെ സ്റ്റുഡൻസിന്. എന്തിന്റെ ബേസിലെ? അക്കാഡമിക് പെർഫോമൻസിന്റെ ബേസിലെ സം എത്രയാണ്? 700 റുപ്പീസ്. ഈച്ച് പ്രൈസ് ഈസ് ടു ബി റുപ്പീസ് ലെസ് ദാൻ ഇറ്റ്സ് പ്രൊസീഡിംഗ് പ്രൈസ്. ഓരോ പ്രൈസ് കൊടുക്കുമ്പോഴും അത് തുടർന്ന് വരുന്ന പ്രൈസുകളിൽ നിന്നും എത്ര റുപ്പീസാ കുറയുന്നത്? 20 റുപ്പീസ് വെച്ച് കുറയുന്നുണ്ട്. എന്നാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് പ്രൈസ്. ഓരോ പ്രൈസിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് റുപ്പീസ് 700 എന്ന് പറഞ്ഞ റുപ്പീസ് 700 റുപ്പീസ് വെച്ചിട്ടാണ് ഈ 7 ക്യാഷ് പ്രൈസും കൊടുക്കുന്നത് അല്ലെ. അപ്പം എസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 700 ആയിട്ട് എടുക്കാം അല്ലെ. അപ്പം എത്ര 7 പ്രൈസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എൻ എന്ന് പറയുന്നത് നമുക്ക് 7 എന്ന് എടുക്കാം. S7 എന്നുള്ളതാണ് 700 എന്ന് വെച്ചിരിക്കുന്നത്. N is equal to 7. ഓക്കെ. അപ്പൊ ഓരോ പ്രൈസിൽ നിന്നുമാണ് 20 റുപ്പീസ് കുറയുന്നത്. അപ്പൊ നമുക്ക് ദ കോസ്റ്റ് ഓഫ് ഇങ്ങനെ എഴുതാം. നമുക്ക് ദ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്രൈസ് അല്ലെ. ഫസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു നമുക്ക് പി എന്ന് എടുക്കാം അല്ലെ. അതായത് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ അതിനെ പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? സെക്കൻഡ് പ്രൈസ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 20 റുപ്പീസ് ലെസ് ദാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? പി മൈനസ് 20. ഓക്കെ അല്ലേ. ആദ്യത്തേതിൽ നിന്നും 20 രൂപ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. ആദ്യം കൊടുത്ത പ്രൈസിൽ നിന്ന്, അതായത് ഇവിടെ ഇപ്പൊ 100 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രൈസ് രണ്ടാമത്തെ പ്രൈസ് കൊടുക്കുമ്പോൾ അതിന് 20 രൂപ കുറയുന്നുണ്ട്. ബാലൻസ് എത്രയാവും? 80 രൂപയാവും. അതേവിടെ പറഞ്ഞിട്ടുള്ളൂ, പി മൈനസ് 20. ഇനി തേർഡ് പ്രൈസ് കൊടുക്കുമ്പോഴോ? തേർഡ് പ്രൈസ് കൊടുക്കുമ്പോൾ എന്താണ്? അതിൽ നിന്ന് വീണ്ടും 20 രൂപ കുറയും. അപ്പൊ എത്രയാണ്? 60 രൂപയാവും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ പി മൈനസ് എത്രയാണ്? 40 ആവും. അതായത് ആദ്യത്തേതിൽ നിന്നും 40 രൂപ കുറയുന്നു വീണ്ടും. ഓക്കെ. അപ്പം ഫസ്റ്റ് പ്രൈസിന് പി ആയിട്ട് എടുക്കുവാണെങ്കിൽ സെക്കൻഡ് പ്രൈസ് വരുമ്പം ആ ഫസ്റ്റ് പ്രൈസിൽ നിന്നും 20 റുപ്പീസ് കുറയുന്നു. തേർഡ് പ്രൈസ് എടുക്കുമ്പോൾ ആദ്യം കൊടുത്ത ഫസ്റ്റ് പ്രൈസിൽ നിന്നും വീണ്ടും 20 റുപ്പീസ്, സെക്കൻഡ് പ്രൈസ് കൊടുത്തതിൽ നിന്ന് വീണ്ടും 20 റുപ്പീസ് കുറയാണ്. അപ്പൊ എത്രയാണ്? 40 വരുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓരോ പ്രൈസ് കൊടുക്കുമ്പോഴും അതിൽ നിന്നും 20 രൂപ വെച്ച് കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് കണ്ടുപിടിക്കാം. സമ്മ് കണ്ടുപിടിക്കുന്നതിന് ഫോർമുല എന്താണ്? n/2 × 2a പ്ലസ്. അപ്പൊ നമുക്ക് ഇവിടെ എ പി നമുക്ക് എഴുതാമല്ലോ. അതിന് മുമ്പായിട്ട് എ പി എഴുതാം. എ പി എഴുതുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? അതായത് പി മൈനസ് 20, പി മൈനസ് 40 അല്ലെ, ഇങ്ങനെ വരും എക്സെട്ര അല്ലെ. അപ്പൊ ഇതിനകത്ത് പി എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എ എന്ന് പറയുമ്പോൾ നമുക്ക് പി എന്ന് കിട്ടും. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് പി മൈനസ് 20 ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതായത് A2 മൈനസ് A1. A2 എന്ന് പറയുന്ന പി മൈനസ് 20 മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? പി അല്ലെ. പിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. ഡി കിട്ടുന്നത് എത്രയാണ്? മൈനസ് 20 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എ കിട്ടി, ഡിയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സമ്മിന്റെ ഫോർമുല വിട്ടിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോർമുല ഇട്ട് കൊടുക്കാം. നമ്മൾ കാണുന്ന ഫോർമുല എന്താണ്? എ പിയുടെ S is equal to n/2 × 2a plus n minus 1 × d അല്ലേ. അതാണ് നമ്മൾ ഫോർമുല, സം കാണുന്നതിനുള്ള ഫോർമുല പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എസിന്റെ എത്ര കിട്ടിയിരിക്കുന്നത്? നമുക്ക് സം എത്ര പറഞ്ഞിരിക്കുന്നത്? 700 റുപ്പീസ് ആണ് അല്ലെ. 700 റുപ്പീസ് വെച്ചിട്ടാണ് ഓരോ പ്രൈസും കൊടുക്കുന്നത്.
700 rupees ആണ് ടോട്ടൽ. അതിൽ നിന്നാണ് നമുക്ക് പ്രൈസ് കൊടുക്കുന്നത്. എത്ര പ്രൈസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്? 7 ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് 7/2 എന്നു പറയുന്നത് 7 അല്ലെ. 2a പ്ലസ് എന്ന് നമുക്കറിയാം 7 ആണ്. അപ്പൊ എന്താണ് 7 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് -20. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ 7/2 ഇൻറ്റു 2a പ്ലസ് 7 മൈനസ് 1 എത്രയാണ്? 6 ഇൻറ്റു -20. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി 7/2 ഇൻറ്റു 2a പ്ലസ് 2a 6ഉം 20യും കൂടെ ആകുമ്പോൾ -120. ഓക്കെ. സൈൻ എന്ന് പറയുന്നത് മൈനസ് ഉള്ള മൈനസ് ഇൻറ്റു പ്ലസ് എന്ന മൈനസ്. ഓക്കെ. അപ്പൊ 700 എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 7/2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 7/2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ്? ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് ഡിവിഷൻ ആവും. 700 ഡിവൈഡഡ് ബൈ 7/2 ഈസ് ഈക്വൽ ടു 2a മൈനസ് 120 അല്ലേ. ഇനി എന്താ ഇത് ഡിവിഷൻ നടത്തണമെങ്കിൽ എന്തുവാ ചെയ്യേണ്ടത്? ഇനി 7/2ന്റെ റെസിപ്രോക്കൽ എടുക്കും. 7/2ന്റെ റെസിപ്രോക്കൽ എന്താണ്? 2/7 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2a മൈനസ് 120. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ക്യാൻസൽ ചെയ്ത് പോകും. എന്താണ് ഇവിടെ വരുന്ന എത്ര? 100 അല്ലെ. 100 ഇൻറ്റു 7 ആണല്ലോ 700. 100 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 200 അല്ലെ. 200 ഈസ് ഈക്വൽ ടു 2a മൈനസ് 120 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 200 എടുക്കലോട്ട് ഈ 120യും കൂടെ കൊണ്ടുവരാം. 200 ഈ 120 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? +120 -120 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ സമത്തിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് പ്ലസ് ആവുന്നു. ഇനി ബാക്കി ഇവിടെ എത്രയുണ്ട്? 2a അല്ലേ. അപ്പൊ എന്താണ് 200 പ്ലസ് 120 എന്ന് 320 അല്ലേ. ഈസ് ഈക്വൽ ടു എന്താണ്? 2a. therefore എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് 2a ബൈ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്? 320 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 160 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്ന 160 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതാണ് ഫസ്റ്റ് പ്രൈസ്. എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 160 അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൈസ് 160 ആണെങ്കിൽ അതിൽ നിന്ന് എത്ര രൂപ വെച്ചാ മൈനസ് ചെയ്യേണ്ടത്? 20 വെച്ചിട്ട് അല്ലേ. 20 വെച്ചിട്ടാണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അതായത് 160 അടുത്ത പ്രൈസിൽ നിന്നും എന്താണ് 20 പോകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 140. വീണ്ടും അതിന്റെ 20 കുറയ്ക്കുക. അപ്പൊ 20 കുറയ്ക്കുമ്പോഴത്തേക്ക് എത്രയ്ക്കും? 120. വീണ്ടും 20 കുറയ്ക്കുക. എത്ര? 100. വീണ്ടും 20 കുറയ്ക്കുമ്പോ 80. എത്ര പ്രൈസ് ആയി? ഇപ്പൊ 1 2 3 4 5. ഇനി എത്രയാണ്? 20 കുറയ്ക്കുമ്പോഴത്തേക്കും 60. വീണ്ടും 20 കുറയ്ക്കുമ്പോ 40. എത്ര പ്രൈസ് ആണെന്നൊക്കെ? 7 പ്രൈസ് ആയി. അപ്പം എന്താണ് ഈ പ്രൈസ് കിട്ടുന്നത്? ഓരോന്നിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന 160, സെക്കൻഡ് പ്രൈസ് 140, മറ്റേ തേർഡ് പ്രൈസ് 120, ഫോർത്ത് പ്രൈസ് 100, ഫിഫ്ത്ത് 80, 60, സെവൻത് 40 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തോ മനസ്സിലായല്ലോ അല്ലേ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എടുത്തിരുന്നത് നമ്മൾ ഫസ്റ്റ് പ്രൈസിന് പി എന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം എന്താണ്? എ ആയിരുന്നു. എ നമ്മുടെ വാല്യൂ കിട്ടി 160. അപ്പൊ 7 പ്രൈസുകൾ മനസ്സിലല്ല. ഓരോ പ്രൈസിൽ നിന്നും 20 rupees വെച്ച് കുറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്നിട്ട് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഓൾ പ്രസ് ചെയ്യണം കേട്ടോ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.